Hey students, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 4 ആണ്, സ്പോർട്സ് ആൻഡ് വെൽനസ്. ഈ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് സ്പോർട്സിൻ്റെ പ്രാധാന്യം, അതുപോലെ നമ്മൾ ആരോഗ്യം സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ഹാർട്ട്, ഹൃദയത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ ഈ ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ആക്ടിവിറ്റീസ് ആണ്, നോക്കാം അതിലേക്ക്. ലെറ്റ് us ഡു ദീസ് ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. വിച്ച് ഗെയിം ഓർ സ്പോർട്ട് ഡു യു പ്ലേ? നിങ്ങൾ ഏത് സ്പോർട്സാണ് അല്ലെ ഏത് കളിയാണ് കളിക്കുന്നത്? ഗെയിം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം കളിക്കാൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിൻ്റെ പേര് അവിടെ എഴുതാം കേട്ടോ. റീഡ് ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ, ടോക്ക് അബൌട്ട് ദം ഇൻ മേക്ക് എ ലിസ്റ്റ്. താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വിച്ച് ഗെയിംസ് ഓർ സ്പോർട്ട് ഡു യു പ്ലേ ഫോർ ഫൺ? നമ്മൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഏത് ഗെയിമാണ് കളിക്കുന്നത്? നമ്മൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറുണ്ട് അല്ലേ? ഹൈഡ് ആൻഡ് സീക്ക് നമ്മൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്. വിച്ച് ഗെയിം ഓർ സ്പോർട്ട് ഡു യു പ്ലേ ഫോർ കോമ്പറ്റീഷൻ? ഒരു കോമ്പറ്റീഷൻ എന്ന നിലയിൽ നമ്മൾ ഏതായിരിക്കും കളിക്കുന്നത്? ക്രിക്കറ്റോ ഫുട്ബോളോ അതൊക്കെ ആയിരിക്കും നമ്മൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഹൗ ഡു യു ഫീൽ വെൻ യു വിൻ ഓർ ലൂസ്? നമ്മൾ ഇനി ഒരു കോമ്പറ്റീഷനിൽ ജയിക്കുകയോ തോക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്. ഐ ഫീൽ ഗ്രേറ്റ് വെൻ ഐ വിൻ ദ ഗെയിം. നമ്മളൊരു ഗെയിമിൽ ജയിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ഇറ്റ് ത്രിൽസ് ബോത്ത് ദ ബോഡി ആൻഡ് ദ സോൾ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സന്തോഷം തരും അത്. വെൻ ഐ ലോസ് ഐ ഫീൽ എ ബിറ്റ് ബാഡ് ആൻഡ് ലെറ്റ് ഡൗൺ. നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് അല്പം വിഷമവും അല്ലേ ഒക്കെ തോന്നാറുണ്ട്. ഹൗവർ ഐ ട്രൈ ടു കൺസോൾ മൈസെൽഫ് വെൻ ഐ ലോസ് എ ഗെയിം. പക്ഷെ നമ്മൾ തോറ്റുപോയെന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങ് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വയം ആശ്വസിച്ച് ഇരിക്കുക, അടുത്ത ഗെയിമിനെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച്. വർക്ക് ഇൻ പേഴ്സ്, ടിക്ക് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോളോയിങ്. ഫ്രണ്ട്ലി മാച്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്ലി മാച്ചസ് എന്ന് പറഞ്ഞാൽ മാച്ചസ് പ്ലേഡ് ടു വിൻ എ ട്രോഫി ആണോ? മാച്ചസ് പ്ലേഡ് വിത്തൗട്ട് കോമ്പറ്റീഷൻ, യാതൊരു കോമ്പറ്റീഷനും ഇല്ലാതെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രണ്ട്ലി മാച്ച് എന്ന് പറയുന്നത്. ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മർ ഹൂ യു കോമ്പീറ്റ് വിത്ത് ആണോ? സമ്മർ യു വാണ്ട് ടു ബി പാർട്ട്ണർ വിത്ത് ആണ്. ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എതിരാളി എന്നാണ്, അതായത് നമ്മൾ ആരുടെ കൂടെ മത്സരിക്കുന്നു. ടാലി ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മാർക്ക് ഓൺ എ റിപ്പോർട്ട് കാർഡ്, റെക്കോർഡ് ഓഫ് പോയിന്റ്സ് ഇൻ എ ഗെയിം ഓർ മാച്ച്. ടാലി മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിം അല്ലെങ്കിൽ മാച്ച് നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അവിടെ ഒരു ചെറിയ കോളം വരച്ചിട്ടുണ്ടായിരിക്കും. ആ കോളത്തിൽ നമുക്ക് മാർക്ക് എഴുതിയിട്ടുണ്ടായിരിക്കും, ഓരോരുത്തരുടെയും പേരിന് നേരെ നമുക്ക് ഓരോ പ്രാവശ്യം കിട്ടുന്ന പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിനെ ടാലി മാർക്ക് എന്ന് പറയുന്നത്. സ്പോർട്ടിംഗ് സ്പിരിറ്റ്. എന്താണ് സ്പോർട്ടിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ? ഫോളോയിങ് ഓൾ ദ റൂൾസ് ഇൻ ദ ഗെയിം, ബീങ് ഫെയർ ആൻഡ് റെസ്പെക്റ്റിംഗ് ഈച്ച് പ്ലെയർ ഇൻ എ ഗെയിം. സ്പോർട്ടിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നന്നായിട്ട് കളിക്കുക, ഒപ്പം തന്നെ മറ്റെതിരാളിയെ വളരെ റെസ്പെക്റ്റോടുകൂടി കാണുക. അതാണെന്ത്? സ്പോർട്ടിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ലെസണിലേക്ക് പോവാണേ. പ്രഭാത് ഓൾവേസ് വാണ്ടഡ് ടു വിൻ. പ്രഭാതിന് എപ്പോഴും ജയിക്കണം എന്നാണ് ആഗ്രഹം. ഹിസ് പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് സെഡ് ദാറ്റ് ഹീ ഡിഡ് നോട്ട് നോ ഹൗ ടു ആക്സെപ്റ്റ് ഡിഫീറ്റ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും പേരൻസും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു തോൽവി അവന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. ദ ഫാക്ട് വാസ് ദാറ്റ് ഹീ കുഡ് നോട്ട് ബെയർ ലോസിങ്, നോട്ട് ഈവൻ അറ്റ് മാർബിൾസ്. മാർബിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഗോലി കളിക്കത്തില്ലേ, അതിനാ പറയുന്നത്. അപ്പം ഈ ഗോലികളെ പോലും അവന് തോക്കുന്നത് വളരെ സങ്കടകരമാണ്, അവന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹീ ഫെൽ സോ ഗുഡ് വെൻ ഹി വൺ ദാറ്റ് ഹി നെവർ വാണ്ടഡ് ടു ഗിവ് അപ്പ് ദാറ്റ് ഫീലിംഗ്. അവന് ഏതെങ്കിലും ഒരു ഗെയിമിൽ ജയിക്കുമ്പം നമ്മളെപ്പോലെ തന്നെ ഭയങ്കര സന്തോഷമാണ്, ആ സന്തോഷം നഷ്ടപ്പെടുത്താൻ അവന് ഇഷ്ടമില്ല. ഓൺ ദി കോൺട്രറി, ലോസിങ് മേഡ് ഹിം ഫീൽ ടെറിബിൾ. ഇനി ഏതെങ്കിലും രീതിയിൽ തോറ്റുപോയാൽ അവനത് സഹിക്കാനേ പറ്റില്ല, അവൻ ഭയങ്കര അൺഹാപ്പി ആയിരിക്കും. ഹീ തോട്ട് ദാറ്റ് ലോസിങ് വാസ് എ വേഴ്സ്റ്റ് തിങ് ദാറ്റ് വാസ് ഹാപ്പൻ ടു എനിവൺ. തോറ്റു പോകുക എന്നത് ഒരു വലിയ കാര്യം, അതായത് ഒരു മനുഷ്യന് വേറൊന്നും മോശമായില്ല, തോറ്റു പോകുക എന്നാണ് ഏറ്റവും വലിയ മോശം എന്നാണ് അവൻ കരുതിയിരുന്നത്. ഈ പ്രഭ സെൻസ്ഡ് ദാറ്റ് ഹീ വുഡ് ലോസ് എ ഗെയിം ഹീ കുഡ് നോട്ട് പ്ലേ ഇറ്റ്. വേറെ പ്രശ്നങ്ങളുണ്ട്.
അവന് തോറ്റു പോകുന്നുണ്ടെങ്കിൽ അവൻ കളിക്കത്തില്ല. ഹി വുഡ് ടേക്ക് പാർട്ട് ഓൺലി വെൻ ഹി വാസ് ഷുവർ ഓഫ് വിൻ ഈവൻ ഇഫ് ദ ഗെയിം ലാസ്റ്റഡ് ഓൺലി ഫോർ എ മിനിറ്റ്. 1 മിനിറ്റുള്ള കളിയാണെങ്കിൽ പോലും അവൻ ജയിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ കളിക്കാറുള്ളായിരുന്നു. യു കുഡ് നോട്ട് സ്റ്റോപ്പ് ഹിം ഫോർ പ്ലേയിങ് ദ കൈൻഡ് ഓഫ് ഗെയിംസ് ഹി വാസ് റിയലി ഗുഡ് അറ്റ് ലൈക്ക് ബാഡ്മിൻ്റൺ. അപ്പോൾ അവൻ ബാഡ്മിൻ്റൺ പോലെയുള്ള ഗെയിമുകൾ അവന് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റില്ല. അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് ബാഡ്മിൻ്റനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. എ ന്യൂ സ്റ്റുഡൻറ്റ് ജോയിൻ പ്രഭാത് സ്കൂൾ ആൻഡ് ഹിസ് നെയിം വാസ് സൂര്യ. പ്രഭാതിൻ്റെ സ്കൂളിലേക്ക് പുതിയൊരു കുട്ടി വന്നു. അവൻ്റെ പേര് സൂര്യ എന്നായിരുന്നു. സൂര്യ വാസ് ആൻ എക്സലൻറ്റ് ബാഡ്മിൻ്റൺ പ്ലെയർ. സൂര്യ ബാഡ്മിൻ്റണിൽ ഒരു പുലിയായിരുന്നു. അവൻ ഭയങ്കര മിടുക്കനായിരുന്നു. പ്രഭാത് വെയിറ്റഡ് ഫോർ ദ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ദ മന്ത്. അവൻ ആ മാസത്തിൻ്റെ ലാസ്റ്റ് ഫ്രൈഡേ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു. എന്തിനാണ്? ദ ലാസ്റ്റ് ഫ്രൈഡേ വാസ് സിഗ്നിഫിക്കൻറ്റ്. ദിസ് വാസ് വെൻ ഹി കോച്ച് കണ്ടക്റ്റഡ് ഫ്രണ്ട്ലി മാച്ചസ് ഇൻ ദ ഗെയിം പീരിയഡ്. ആ ദിവസമാണല്ലേ, ആ വെള്ളിയാഴ്ചയാണ് ആ സ്പോർട്സ് ആൻഡ് ഗെയിമിൻ്റെ കോച്ച് അവർക്ക് ഫ്രണ്ട്ലി മാച്ച് കൊടുക്കുന്ന ദിവസം. The teams were decided on Monday and it was no surprise when Prabhat and Surya was chosen to play a round against each other. സോ ഇവർ രണ്ടുപേരും പ്രഭാതും സൂര്യയും വളരെ മിടുക്കരായതുകൊണ്ട് അവർ ബാഡ്മിൻ്റന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച തന്നെ ടീമിനെ തിരഞ്ഞെടുത്തപ്പോൾ അവർ രണ്ടുപേരും എതിരാളികളായിട്ട് വന്നു ഒരു റൗണ്ട്. പ്രഭാത് വാസ് ഗിവൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കീപ്പിംഗ് സ്കോർ ഫോർ ദെയർ മാച്ച്. പ്രഭാതിനായിരുന്നു അവരുടെ സ്കോറ് കീപ്പ് ചെയ്യുന്നതിൻ്റെ, അതായത് നിലനിർത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം. ഓൺ വൺ ഹാൻഡ് പ്രഭാത് പ്രിപ്പയർഡ് ഫോർ ദ മാച്ച് വിത്ത് ഗ്രേറ്റ് സീരിയസ്നെസ്. സൂര്യ ഓൺ ദ അതർ ഹാൻഡ് സീംഡ് റിലാക്സ്ഡ്, നോട്ട് ടേക്കിംഗ് ദ തിങ് സീരിയസ്ലി അറ്റ് ഓൾ. പ്രഭാതാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് അവൻ ഈ കളിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തി. പക്ഷേ സൂര്യ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. ഹി വാക്ക്ഡ് അബൌട്ട് ഹോൾ ടൈം സ്മൈലിംഗ് ആൻഡ് ക്രാക്കിംഗ് ജോക്സ് എബൌട്ട് ഓൾ സോർട്സ് ഓഫ് തിങ്സ്. അവൻ വെറുതെ കറങ്ങി എന്താ പറയുന്നത്, എല്ലാവരോടും ജോക്കൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. ബട്ട് ഓൺ ഫ്രൈഡേ അറ്റ് ദ ബാഡ്മിൻ്റൺ കോർട്ട് സൂര്യ വാസ് റിയൽ ഫിനോമിനൻ. പക്ഷേ നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ടിൽ ഫ്രൈഡേയിൽ അവന് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പ്രതിഭാസം തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ നല്ല മിടുക്കനായിട്ട് ബാഡ്മിൻ്റൺ കളിച്ചു. Then he won point again and again, laughing and joking all the time. ഇവൻ ഒരു ടെൻഷനും ഇല്ലാതെ ലാഫ് ചെയ്യുകയും ടോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവന് പോയിൻറ്റ്സ് ഇങ്ങനെ വാരി കൂട്ടുമായിരുന്നു. However, Surya was paying so little attention to the match that Prabhat managed to change the scoreboard while his opponent was looking elsewhere. നമ്മുടെ പ്രഭാത് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ സൂര്യ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ജോക്കൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് പ്രഭാതും സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രഭാത് മാനേജ് ടു വിൻ ബൈ ചീറ്റിംഗ്. ഹീ മെയ്ഡ് എ ബിഗ് തിങ്സ് ഓഫ് ഹിസ് വിൻ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് മാറ്റർ ടു സൂര്യ. പക്ഷേ എന്താ പറയുന്നത്, പ്രഭാത് ചെറിയ ഒരു ചീറ്റിങ്ങിലൂടെയാണ് ഇവൻ വിൻ ചെയ്തതെന്ന് പറയാം. കാര്യം എന്താ, നമ്മുടെ സൂര്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോഴാണ് ഇവൻ ബാഡ്മിൻ്റൺ പാസ് ചെയ്ത് ഇവനെ തോൽപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും സൂര്യയ്ക്കൊരു മാറ്റർ ആയിരുന്നില്ല. ഇറ്റ് ബീൻ ഫൺ, വി ഷുഡ് പ്ലേ അഗെയിൻ സം അതർ ടൈംസ് സെറ്റ് സൂര്യ. സൂര്യ പറഞ്ഞു, ഇനി നമുക്ക് വേറൊരു ദിവസം കളിക്കാം എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ആ ദിവസം പ്രഭാതാണ് ജയിച്ചത്. കാര്യം ഇവനിങ്ങനെ ജോക്കൊക്കെ പറയുന്ന സമയത്ത് പ്രഭാത് എന്ത് ചെയ്തു? സ്കോർ ചെയ്തു. Let us state whether the following is true. Prabhat would accept losing to anyone easily. ഏതെങ്കിലും തരത്തിൽ വളരെ പെട്ടെന്ന് തോൽപ്പിക്കപ്പെട്ടാൽ പ്രഭാത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല അല്ലേ? ഫോൾസ്. വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ഈച്ച് മന്ത്? ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് ഫ്രൈഡേയുടെ പ്രത്യേകത എന്തായിരുന്നു? The special thing about the last Friday was holding of a match. It was conducted by coach himself. കോച്ച് തന്നെ ഒരു മാച്ച് കണ്ടക്ട് ചെയ്യുമായിരുന്നു, ഒരു ഫ്രണ്ട്ലി മാച്ച്. Who was responsible for maintaining the score of the match? മാച്ചിൻ്റെ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആരുടെ ജോലിയായിരുന്നു? പ്രഭാത് was given the responsibility of keeping score of the match. Next, do you think Prabhat wished to play another match with Surya? Why do you think so? സൂര്യയുമായിട്ട് മറ്റൊരു മാച്ചിന് നമുക്ക് പ്രഭാത് താല്പര്യമുണ്ടായിരുന്നു. നോ, as Prabhat almost lost the game which won though cheating.
ഏകദേശം എന്താ പറയുന്നത്, തോറ്റുപോകും എന്നൊരവസ്ഥയിൽ വന്ന ഗെയിമാണ് ചീറ്റിങ്ങിലൂടെ നമ്മുടെ പ്രഭാത് ജയിച്ചത്. അപ്പോൾ ഇനി അവനൊരു മാച്ചിന് ഓടേട കൊടുക്കുമോ? ഇല്ല. ഓൺ ദാറ്റ് ഡേ എവരിവൺ വാസ് ഡിസ്കസിങ് ദെയർ ഗെയിം ആൻഡ് ഹൗ പ്രഭാത് ഹാഡ് പ്ലേഡ് സോ വെൽ. എല്ലാവരും ഇങ്ങനെ പ്രഭാത് നല്ല വൃത്തിയായിട്ട് കളിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസിംഗ്ലി പ്രഭാത് കുഡ് നോട്ട് സ്ലീപ് വെൽ ദെയർ നൈറ്റ്. ആ നൈറ്റിൽ അവന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല പ്രഭാതിന്. ഹി ഹാഡ് വൺ ദി ഗെയിം ബട്ട് ഹി ഡിഡ് നോട്ട് ഫീൽ ഹാപ്പി ആസ് ഈസ് യൂഷ്വലി ഡിഡ്. എല്ലാ പ്രാവശ്യവും അവൻ ഗെയിം ജയിക്കുന്ന പോലത്തെ സന്തോഷം ഇപ്രാവശ്യം അവന് തോന്നിയില്ല. വാട്ട് വാസ് സർപ്രൈസിങ് വാസ് ദ സൂര്യ ഡിഡ് നോട്ട് ഫീൽ ബാഡ് അബൌട്ട് ലോസിങ്. പക്ഷെ സൂര്യക്കാണെങ്കിൽ നഷ്ടപ്പെട്ടില്ല, ഗെയിം തോറ്റയിൽ ഒരു വിഷമവും ഇല്ല. വാട്ട് വാസ് മോർ സർപ്രൈസിങ് വാസ് ദാറ്റ് പ്രഭാത് സോ സൂര്യ പ്ലേയിങ് ബാസ്കറ്റ്ബോൾ ദ നെക്സ്റ്റ് ഡേ. അതിന് ഏറ്റവും വളരെ സന്തോഷത്തോടെ വളരെ അത്ഭുതത്തോടെ നമ്മുടെ പ്രഭാത് കണ്ടതെന്താണെന്നറിയാമോ? പിറ്റേ ദിവസം ബാസ്കറ്റ് ബോൾ സൂര്യ കളിക്കാൻ തുടങ്ങി. സൂര്യ വാസ് സോ ഹോപ്പ്ലെസ് അറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് സ്കോർ എ ബാസ്കറ്റ് ഫോർ 10 minutes. 10 മിനിറ്റ് കളിച്ചിട്ടും അവൻ ആ ബാസ്കറ്റിലേക്ക് ഒരു പ്രാവശ്യം പോലും ബോൾ എത്തിക്കാൻ പറ്റിയില്ല. യെറ്റ് ഹി എൻജോയ് പ്ലേയിങ് ദ ഗെയിം. ഹിസ് ഹാപ്പി സ്മൈൽ നെവർ ലെഫ്റ്റ് ഹിസ് ഫേസ്. അത്രയൊക്കെ ആയിട്ടും അവൻ്റെ മുഖത്തു നിന്നും ആ ഹാപ്പി ആയിട്ടുള്ള മുഖഭാവം മാറിയില്ല. പ്രഭാത് കെപ്റ്റ് എ ക്ലോസ് വാച്ച് ഓൺ സൂര്യ ഫോർ സം ഡേയ്സ്. നമ്മുടെ പ്രഭാത് ഈ സൂര്യയെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഹി വാസ് ഗ്രേറ്റ് അറ്റ് സംതിങ്, ടെറിബിൾ അറ്റ് അതേഴ്സ്, ബട്ട് വാട്ട് വാസ് കോമൺ വാസ് ദ എൻജോയ്മെൻറ്റ്. അവന് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. സൂര്യ എന്ത് കാര്യവും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. He enjoyed everything equally. As Prabhat went on with his observation, he realized that to enjoy a game, you did not need a scoreboard to keep the tally of your score. ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ പ്രഭാതിന് മനസ്സിലായത്, നമ്മുടെ സ്കോർ ബോർഡിൽ പോയിൻറ്റ്സ് കൂടുന്നതുകൊണ്ടല്ല സന്തോഷം ഉണ്ടാകുന്നത് എന്ന്. Neither did you have a worry about winning and losing. You need to enjoy the game for its own sake. നമുക്ക് തോക്കുമോ ജയിക്കുമോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ആ കളി എന്താ പറയുന്നത് എൻജോയ് ചെയ്യുന്നതിലാണ് മിടുക്ക് എന്ന് പ്രഭാതിന് മനസ്സിലായി. വാട്ട് മാറ്റേഴ്സ് ഈസ് ട്രൈങ് ടു ഡു വെൽ ആൻഡ് എൻജോയിങ് എവരി മൊമെൻറ്റ്. നമ്മൾ ഓരോ നിമിഷം എന്താണോ ചെയ്യുന്നത് അത് എൻജോയ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രഭാത് ലേൺ സംതിങ് ത്രൂ ദ ഒബ്സർവേഷൻ എവരി ഡേ, soon realizing the change in himself. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ, സൂര്യയിൽ നിന്ന് ഇത് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പ്രഭാത് എന്ത് ചെയ്തു? പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങി. ഹി ഹാഡ് ഈവൻ ബിഗൺ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് ഫെൽറ്റ് സാഡ് വെൻ എവർ ഇറ്റ് വാസ് അബൌട്ട് ടു എൻഡ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കാൻ തുടങ്ങി. അതായത് ഒരു കോമ്പറ്റീഷൻ അല്ലാത്ത ഐറ്റമാണ് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ. അതൊക്കെ അവന് കളിക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്താ കാര്യം? അവന് വിൻ ചെയ്യണമെന്നോ ലോസ് ചെയ്യണമെന്നോ ഒന്നും ഒരു ടെൻഷനേ അല്ല. ഹി ഓൾസോ സ്റ്റാർട്ടഡ് ജോക്കിംഗ് വൈൽ പ്ലേയിങ് ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റനൊക്കെ കളിക്കുമ്പോൾ അവൻ തമാശ പറയാൻ തുടങ്ങി. സോൺ ദ അതർ സ്റ്റുഡൻസ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് എമംഗ്സ് ദംസെൽവ്സ്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ല കുട്ടികളൊക്കെ പറയാൻ തുടങ്ങി, ഗുഡ് ഫൺ പ്ലേയിങ് വിത്ത് പ്രഭാത്. ദാറ്റ് ഫെലോ ഡെഫിനറ്റ്ലി ഹാസ് എ ഗ്രേറ്റ് സ്പോർട്ടിങ് സ്പിരിറ്റ്. എന്താ പറഞ്ഞേ? ഈ രീതിയിൽ നമ്മുടെ പ്രഭാത് കളിച്ചോണ്ടേ ഫ്രണ്ട്സിനെല്ലാം അവനെ വളരെ ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം? ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിലല്ല, അവനെന്താണ് ഒരു സ്പോർട്ടിങ് സ്പിരിറ്റിലാണ് കളിക്കാൻ തുടങ്ങി. അപ്പം കൂടുള്ള ആൾക്കാർക്കെല്ലാം അവന് വളരെ ഇഷ്ടം തോന്നി. നമുക്ക് ഈ ലെസണിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അതായത് ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കുന്നു തോൽക്കുന്നു എന്നതിലുപരി നമ്മൾ ആ സ്പോർട്സ് ഐറ്റം ചെയ്യുമ്പോൾ, സ്പോർട്സ് ഐറ്റം എന്നല്ല എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരെ വളരെ പോപ്പുലറാവും, അവരെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. ഹൗ ഡിഡ് സൂര്യ ഫീൽ അബൌട്ട് പ്ലേയിങ്? കളിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ സൂര്യയുടെ ഫീലിംഗ് എന്തായിരുന്നു? സൂര്യ ഫെൽ ദാറ്റ് വൺ ഷുഡ് പ്ലേ വിത്ത് ജോയ് ആൻഡ് ഫൺ. സന്തോഷത്തോടെ രസകരമായ കളികൾ കളിക്കുക. ഹി എൻജോയ് പ്ലേയിങ് ദ ഗെയിം. ഹിസ് ഹാപ്പി സ്മൈൽ നെവർ ലെഫ്റ്റ് ഹിസ് ഫേസ്. അവനെല്ലാം എൻജോയ് ചെയ്തായിരുന്നു കളിക്കുന്നത്. ഒപ്പം തന്നെ അവൻ്റെ മുഖത്തു നിന്ന് ആ സ്മൈല്, ആ സന്തോഷത്തിൻ്റെ മന്ദഹാസം ഒരിക്കലും മാറിയിരുന്നില്ല. വാട്ട് വാസ് ഇറ്റ് അബൌട്ട് സൂര്യ ദാറ്റ് പ്രഭാത് ഒബ്സർവ്? പ്രഭാത് സൂര്യയിൽ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചത് എന്തൊക്കെയാണ്? പ്രഭാത് ഒബ്സർവ് ദാറ്റ് സൂര്യ ഡിഡ് നോട്ട് ഫീൽ ബാഡ് അബൌട്ട് ലോസിങ് ദ ഗെയിം ആസ് ഹി ഡിഡ്.
പ്രഭാതിനാണെങ്കിൽ ഒരു ചെറിയ തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ അവന് ഭയങ്കര വിഷമമാണ്. പക്ഷെ സൂര്യയ്ക്ക് അതില്ലെന്ന് അവന് മനസ്സിലായി. And he did. And in the next match, Prabhat observed that Surya never felt bad even though he had not scored a basket for 10 minutes. 10 മിനിറ്റ് ബാസ്കറ്റ്ബോൾ കളിച്ചപ്പോൾ പോലും ഒരു പ്രാവശ്യം പോലും അവന് സ്കോർ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് പോലും പ്രഭാതിന് ഒരു വിഷമവും ഉണ്ടായതായി അവൻ കണ്ടില്ല. അപ്പോൾ വളരെ മനോഹരമായ ഒരു ലെസൺ ആയിരുന്നു ഇത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.